കൊച്ചി നഗരസഭാ കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്റ്റേഡിയം 34-ാം ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജെ അശോകനാണ്. ഡിവിഷന്റെ സമഗ്ര വികസനം എന്നതിലുപരി ഒരു മാറ്റത്തിലൂടെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളുടെ പൂർത്തീകരണം കൂടി ലക്ഷ്യമാക്കിയുള്ളതാണ് അഡ്വക്കേറ്റ് ജെ അശോകന്റെ പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നിലവിലെ അഴിമതി പൂണ്ടുകിടക്കുന്ന ഒരു നഗരസഭയാണിത്. 45 വർഷമായിട്ട് ഞാൻ ഈ സിറ്റി താമസിക്കുന്നതാണ്. റോഡുകളൊന്നും സഞ്ചാരയോഗ്യമല്ല. ചില സെലക്റ്റഡ് റോഡുകൾ മാത്രം സഞ്ചാരയോഗ്യം. ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ പാരലൽ വേറെ റോഡുണ്ട്. ആ റോഡിലേക്ക് കൂടെ നടന്നു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. ഈ കൺസ്ട്രക്ഷന് വേണ്ടി കൊട്ടേഷൻ എടുക്കുന്നു, കോൺട്രാക്ടറൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതിൻ്റെ സൂപ്പർവിഷനില്ല, ജനകീയ ഓഡിറ്റില്ല. സോഷ്യൽ ഓഡിറ്റ് മസ്റ്റാണ്. അന്നേരം ഈ ജനങ്ങളുടെ ഫണ്ട് കൃത്യമായി ജനങ്ങളിലേക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ടാണ് എൻ്റെ ആദ്യത്തെ എഫർട്ട് എടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഈ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ, ഇത് ഞാൻ അന്ന് സർവീസിലുണ്ടായിരുന്നു. ഞാൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു ചീഫ് മാനേജറാണ്. അതിനുശേഷം ഇപ്പോൾ 10 വർഷമായിട്ട് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നിർമ്മാണം, ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം വാഹനത്തിൽ പോകുന്ന സമയത്ത് ഡെയിലി ഇതിൻ്റെ നിർമ്മാണം പ്രോഗ്രസ് ചെയ്ത് ഇതുപോലെ എത്തിച്ചതാണ്. ഇതിൻ്റെ ഇന്നത്തെ ശോചനീയ അവസ്ഥ വളരെ ദയനീയമാണ്. ഈ ശോചനീയ അവസ്ഥയ്ക്ക് ഇപ്പം എന്തോ കൺസ്ട്രക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നു. അതിനകത്ത് ഞങ്ങൾ BDJS GCDയുടെ അവിടെ ഒരു പ്രൊട്ടസ്റ്റൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡുകളിൽ നിന്ന് മരങ്ങൾ എല്ലാം, ശരിക്കും മരങ്ങളെന്ന് പറഞ്ഞാൽ ഒരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനാണല്ലോ. ആ മരങ്ങളെല്ലാം മുറിച്ച് അതിനൊരു റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. അതെവിടെ ആ രീതിയിലും അഴിമതിയാണ്. എന്നിട്ട് ഈ അഴിമതി രഹിത ഒരു ഭരണം ഇവിടെ കൊച്ചിൻ കോർപ്പറേഷനിൽ കാഴ്ചവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ഡിവിഷനിൽ മത്സരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ 10 വർഷമായിട്ട് ലോകത്ത് മറ്റ് രാഷ്ട്രങ്ങൾ അസൂയയായിട്ട് കാണുന്നൊരു രാഷ്ട്രമാണ് ഭാരതം. ആ ഭാരതത്തിൽ ഇത്രയും വികസനം 10 വർഷമായിട്ടുണ്ടായിട്ട് ഈ കൊച്ചി നഗരസഭ മാത്രം ആ ഒരു വികസനം എത്തിയിട്ടില്ല. ആ വികസനം ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം മാഡത്തിനെ ഞാൻ കാണിച്ചല്ലോ, കാനയിൽ ഇപ്പം മഴയില്ലാത്ത അവസ്ഥയിലും കാനയുടെ വെള്ളം കെട്ടിക്കിടക്കുക, ഫ്ലോ ഇല്ലാതെ. കൊതുക് നിവാരണത്തിനുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല. കൊതുക് വളർത്തുന്ന ഒരു സ്കീമാണ് ഈ നഗരസഭയുടെ പല ഭാഗത്തും കാണുന്നത്. ബേസിക് അമെനിറ്റീസ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ബോഡിയുടെ ബേസിക് ഡ്യൂട്ടി എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ ബേസിക്കായിട്ടുള്ള എന്ന് വെച്ചാൽ അവരുടെ ഹെൽത്തി ലൈഫിന് ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ലോക്കൽ ബോഡിയുടെ ഉത്തരവാദിത്വം. അതിൽ നിന്നെല്ലാം വളരെ പരാജയപ്പെട്ടിരിക്കുകയാണ് കൊച്ചി നഗരസഭയിൽ എന്ന് പറയുന്ന ലോക്കൽ ബോഡി. അതിലായിരിക്കും ഞാൻ ഏറ്റവും മുൻതൂക്കം കൊടുക്കുക. അതുകൂടാതെ ഈ അഴിമതി രഹിത ഒരു പ്രവർത്തനമായിരിക്കും എന്നിൽ കൂടെ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത്.